ഹലോ, അപ്പം നമ്മൾ അങ്കനവാടിയുടെ ഓണാഘോഷത്തിന് പോയതാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ചെന്നപ്പോൾ അവരത്തിട്ട് കഴിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ടീച്ചറും കുട്ടികളും. ഫുള്ള് കളിയും ചിരിയും പിന്നെ കരച്ചിലും അതായിരുന്നു കേട്ടോ മൊത്തത്തിൽ അവളുണ്ടായിരുന്ന ഒരു വൈബ്. പിന്നെ ടീച്ചറും കുട്ടികളും സന്ധ്യ ചേച്ചിയും എല്ലാവരും കൂടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആകെ മൊത്തം ഒരു ബഹളമായിരുന്നു കേട്ടോ അവിടെ. നമുക്കൊരു ബോറടിക്കാനുള്ളൊരു സാവകാശം പോലും ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും രസമായിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിൽ അടിച്ചു പൊളിച്ചൊരു ഓണമായിരുന്നേ. പിന്നെ കുട്ടികളും കൂടെ അല്ലേ, പറയാണ്ടോ, നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം. നമ്മുടെ ആദ്യത്തെ ഗെയിം ലെമൺ ആൻഡ് സ്പൂണാണേ. അയ്യോ, ഒന്നും പറയാനില്ല, നല്ല രസമുള്ളൊരു ഗെയിമായിരുന്നു. അതൊരു ഗെയിമിലുപരി എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. നമ്മളെല്ലാവരും നമ്മളെ തന്നെ മറന്ന് ചിരിച്ചൊരു വഴിയായ ഒരു ഗെയിമായിരുന്നു കേട്ടോ അത്. ഞാനൊക്കെ പിന്നെ തുടക്കത്തിലേ മത്സരിച്ച് തോറ്റിരിക്കായിരുന്നേ, അതുകൊണ്ട് നമുക്ക് വേറെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കളി എൻജോയ് ചെയ്യലായിരുന്നു. അടുത്ത ഗെയിം സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിംസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല, ഇതങ്ങോട്ട് എൻജോയ് ചെയ്യായിരുന്നു. കാരണം അത്ര രസമായിരുന്നു ഈ ഒരു ഗെയിം. ഓരോരുത്തർ എവിടെയൊക്കെ പോയിട്ടാ പൊട്ട് കുത്തിയെന്നറിയോ. ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടലിന്റെ വിജയി. കറക്റ്റ് നമ്മളെ പൊട്ടിന്റെ പൊസിഷനിൽ തൊട്ട് താഴെയാണ് മൂപ്പര് കൊണ്ടുപോയിട്ട് കുത്തിയത്. സന്ദീപ് എന്നാണ് ആളെ പേര്. കറക്റ്റ് ആയിരുന്നു മൂപ്പര് കുത്തിയത്. ഇതെന്റെ ഉമ്മയാണ് മത്സരിക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയാണ് നമ്മളെ വാർഡിന്റെ മെമ്പർ. ഉമ്മ പൊട്ട് തൊടാനായിട്ട് തയ്യാറെടുത്ത് പോവുകയാണേ. ആദ്യം കുട്ടികൾ സദ്യ കഴിച്ച് അതിനുശേഷം വലിയവര് സദ്യ കഴിച്ചു കേട്ടോ. നല്ല സദ്യ ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള നല്ലൊരു സദ്യ ആയിരുന്നു. അതിൻ്റെ ഇടക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കസേര കളിയാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കസേര കളി, ബോൾ പാസിങ് ഗെയിം, ഇതൊക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.